ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2024 മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന ഏവർക്കും ഒരിക്കൽ കൂടി ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. എബ്രായർ ലേഖനത്തിലൂടെ ഒരു യാത്രയാണ് ഈ വർഷത്തെ പഠനം. ലേഖനത്തിൻ്റെ ആമുഖത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രവിച്ചുവല്ലോ. അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. അധ്യായം 1, ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മഹത്വം. ആകെ 14 വാക്യങ്ങൾ മാത്രമടങ്ങുന്ന അധ്യായമാണ് 1-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത സമർത്ഥിക്കുന്ന അധ്യായമാണിത്. പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ആരാണ് പുത്രനായ ക്രിസ്തു എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം നൽകുന്നതാണ് ഈ അധ്യായം. എബ്രായർ ലേഖനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ശ്രേഷ്ഠത അതുല്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ശ്രേഷ്ഠത മറ്റുള്ളവരെക്കാൾ എത്ര ഉന്നതിയിലാണെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണാം. എബ്രായർ ലേഖനത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പുതിയ നിയമത്തിലെ മറ്റു ലേഖനങ്ങളിലെ പോലെ ഒരു മുഖവുരയോ ആശംസയോ അഭിവാദനമോ ഒന്നും 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നില്ല. ഈ അധ്യായത്തിൻ്റെ ആമുഖം 2 കാര്യങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു. 1, ക്രിസ്തു ആത്യന്തികമായി ദൈവത്തിൻ്റെ വചനവും വെളിപാടുമാണ്. 2, ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനും അതുല്യനും സൃഷ്ടാവും അവകാശിയും പാപപരിഹാരകനും രക്ഷിതാവുമാണ്. ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എബ്രായർ ലേഖനം ആരംഭിക്കുന്നത് എങ്ങനെ? പ്രബന്ധ അവതരണ രീതിയിൽ. ക്രിസ്തു ആത്യന്തികമായി എന്താണ്? ദൈവത്തിൻ്റെ വചനവും വെളിപാടുമാണ്. ക്രിസ്തുവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് എബ്രായർ ലേഖകൻ പറയുന്നത്. എല്ലാവരും ശ്രേഷ്ഠൻ, അതുല്യൻ, സൃഷ്ടാവ്, പാപപരിഹാരകൻ, അവകാശി, രക്ഷിതാവ്. 1-ാം അധ്യായത്തിലെ ആദ്യ 4 വാക്യങ്ങളിൽ തന്നെ ഈ ഊന്നലുകൾ വ്യക്തമാണ്. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവികമായ വെളിപാടുകൾ ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്യുന്നു. ഈ അരുളി ചെയ്ത ദൈവികമായ വെളിപാടുകൾ പൂർണ്ണമാകുന്നത് ക്രിസ്തുവിലൂടെയാണ് എന്ന് കാണാം. ഈ ദൈവികമായ വെളിപാടുകൾ എന്തിനു വേണ്ടിയാണ് നൽകിയത്? ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവസഹിത്വത്തിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്നും അന്യനായപ്പോൾ അവനെ തിരികെ കൊണ്ടുവരാൻ വിവിധ മാർഗങ്ങളിലൂടെ ദൈവം സ്വീകരിച്ചതാണ് ദൈവികമായ വെളിപാടുകൾ. ഈ പ്രവചനങ്ങൾ മനുഷ്യകുലത്തിന് വ്യക്തമാക്കുവാൻ ദൈവം നിയോഗിച്ചവരാണ് പ്രവാചകന്മാർ. അവർ ന്യായവിധിയുടെയും രക്ഷയുടെയും സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകി. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യവർത്തികളായി നിന്നുകൊണ്ട് പ്രവാചകൻ അവരുടെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു. പ്രവാചകന്മാർക്ക് പുറമെ മറ്റു പലരും ഇപ്രകാരമുള്ള ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുണ്ട്. എന്നാലും ഇവയൊക്കെ സമ്പൂർണമായി തീർന്നത് പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. പാരഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ദൈവം പണ്ട് എപ്രകാരമാണ് വെളിപാടുകൾ പിതാക്കന്മാരോട് അരുളി ചെയ്തത്? ഭാഗമായിട്ടും വിവിധമായിട്ടും. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും വെളിപാടുകൾ അരുളി ചെയ്തത് ആരിലൂടെ? പ്രവാചകന്മാരിലൂടെ. ദൈവികമായ വെളിപാടുകൾ പൂർണ്ണമായത് ആരിലൂടെ? ക്രിസ്തുവിലൂടെ. പഴയ നിയമകാലത്തെ വെളിപാടുകൾ എന്തിനു വേണ്ടിയായിരുന്നു? ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവസഹിത്വത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അന്യനായപ്പോൾ അവനെ തിരികെ കൊണ്ടുവരാൻ ദൈവം സ്വീകരിച്ച മാർഗമാണ്. പഴയ നിയമകാലത്ത് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യവർത്തികളായി പ്രവർത്തിച്ചത് ആര്? പ്രവാചകന്മാർ. ആരാണ് പ്രവാചകന്മാർ?
ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിക്കുന്നവർ. ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിന്? ദൈവേഷ്ടം കാലാകാലങ്ങളിൽ മനുഷ്യകുലത്തിന് വ്യക്തമാക്കുവാൻ. 1-ാം അധ്യായത്തിൻ്റെ ആമുഖം വിശദീകരിച്ചുകൊണ്ടുള്ള പാർട്ട് 1 ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും ആശംസകൾ.